നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. ഇപ്പൊ വന്നത് മോർണിംഗ് ആക്ടിവിറ്റി ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. മോർണിംഗ് ആക്ടിവിറ്റി ഇതായിരുന്നു: നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളെ വിളിക്കുക, ഇഷ്ടപ്പെടാത്ത ഒരാളെ വിളിക്കുക. ഇഷ്ടമുള്ള ആളിന് ഒരു ഇരട്ടപ്പേര് അല്ലെങ്കിൽ എന്താ പറയുക, ഒരു നിക് നെയിം കൊടുക്കുക. ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കും ഓരോ നിക് നെയിം കൊടുക്കുക. അങ്ങനെ എല്ലാവരും ചെയ്യുക. അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആരെയാണോ വിളിച്ചത് അവർക്ക് കിട്ടിയ ഒരു നിക് നെയിമിൽ നിന്ന് അവർക്ക് ഒരു പേര് ചൂസ് ചെയ്യാം. ഒരു 3 നിക് നെയിം കിട്ടിയെന്ന് വെച്ചു, അവനാണ് ഏറ്റവും കൂടുതൽ വോട്ടാണെങ്കിൽ അവന് തന്നെ പറയാം, എനിക്ക് ഈ നിക് നെയിം ആണ് ഇഷ്ടപ്പെട്ടത്. അതിനുശേഷം ഇനി അങ്ങോട്ട് അവനെ ആ പേരെ വിളിക്കാവൂ എന്നുള്ളതാണ്. അതുപോലെ ഇഷ്ടപ്പെടാത്ത, ഏറ്റവും കൂടുതൽ വെറുക്കപ്പെട്ട വ്യക്തി ആരാണ് അവരെ വിളിക്കുക. അവർക്ക് ഏത് പിന്നീട് നിക് നെയിം ആണ് കിട്ടിയത് അതിൽ നിന്ന് അവന് ചൂസ് ചെയ്തുകൊണ്ട് എന്താണ് ഒരു പേര് തീരുമാനിക്കാം എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ നിക് നെയിം ഏതൊക്കെയാണെന്നൊക്കെ പറഞ്ഞുതരാം. അവസാനം ഏറ്റവും വെറുക്കപ്പെട്ടവനായിട്ട് പിന്നീട് തിരഞ്ഞെടുത്തത് നമുക്കറിയാമല്ലോ, ഈ പറയുന്ന അനീഷ്. അന്ന് കുറ്റം പറഞ്ഞ, കാരണം അവർക്കെല്ലാം അങ്ങനെയാണ്. അത്രയ്ക്കാണ് ആ പുള്ളിയുടെ ഗെയിം സ്ട്രാറ്റജിയിലേക്ക് പുള്ളി ഗെയിം കൊണ്ടുപോകുന്നത്. അങ്ങനെയാണ്, എല്ലാവർക്കും വെറുപ്പിച്ചു കൊണ്ടുള്ള ഗെയിമാണ്. അപ്പോൾ അവന് കുറെ പേരുകൾ കിട്ടി. പേരൊക്കെ ഞാൻ വായിക്കാം. പക്ഷെ പിന്നീട് അനീഷയോട് ചോദിച്ചു, നിനക്ക് ഏത് പേര്? 8 വോട്ടുകളാണ് കിട്ടിയത്. അനീഷിനോട് ചോദിച്ചു, നിനക്ക് ഏത് പേരാണ് ഇഷ്ടമെന്ന് ചോദിച്ചു. കിട്ടിയ പേരുകൾ എനിക്ക് മുള്ളംപന്നി എന്നുള്ള പേരാണ് എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞപ്പോ ഇനി അങ്ങോട്ട് അവനെ മുള്ളംപന്നി എന്നെ വിളിക്കാവൂ എന്നുള്ളതാണ് ബിഗ് ബോസ് പറഞ്ഞത്. അടുത്ത ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വ്യക്തികൾ 3 വോട്ടുകൾ വീതം ആദില അന്നൂറയ്ക്കും പിന്നെ അനുമോൾക്കും കിട്ടി. ആദില അന്നൂറയ്ക്കും അനുമോൾക്കും അവർ രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ട പേരെടുക്കാൻ പറഞ്ഞു. ആദില അന്നൂറ പൂമ്പാറ്റകൾ എന്ന് പറയുന്ന പേര് സെലക്ട് ചെയ്തു. പിന്നെ അനുമോള് പാവക്കുട്ടി എന്ന് പറയുന്ന പേരും സെലക്ട് ചെയ്തു. ഇതാണ് 3 ഈ ഒരു ടാസ്കിന്റെ ഒരു റിസൾട്ട്. ഇനി എനിക്ക് പറയാനുള്ളത്, ഞാൻ കുറെ ആൾക്കാർ പേരും കാര്യങ്ങളൊക്കെ വായിക്കാം. അതിനിടയ്ക്ക് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ അക്ബറിനെ വിളിച്ചിട്ട് അത് പറയാം. അക്ബറിനെ വിളിച്ചിട്ട് പറഞ്ഞു, താങ്കൾക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതും ഒരാളുടെ പേര് പറയാൻ പറഞ്ഞപ്പോ അക്ബർ ഇഷ്ടമുള്ളതെന്ന് പറയുന്നത് ഒനീലാണ്. ഒനീലിനെ വിളിച്ചിട്ട് മിസ്റ്റർ പെർഫെക്റ്റ് എന്ന് പറഞ്ഞു. അതിനുശേഷം ഇഷ്ടപ്പെടാത്ത ഒരാൾ രേണു, അതായത് നമ്മുടെ റെനാസുനെ വിളിച്ചു. റെനാസുനെ വിളിച്ചപ്പോ അക്ബർ പറഞ്ഞ പേര് സെപ്റ്റി ടാങ്ക് എന്നാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഈ പറയുന്ന റെനാസുനെ എന്ന് വിളിക്കാനുള്ള കാരണം നിങ്ങൾക്കറിയാം, അഹങ്കാരത്തോടു കൂടി നിങ്ങൾ എന്റെ ഈ പേര് രേണു സുധി എന്നുള്ള പേര് ഞങ്ങളെ ഇത്രയും പിന്നീട് ലക്ഷക്കണക്കിന് പ്രാവശ്യം നിങ്ങളെ കൊണ്ട് വിളിപ്പിക്കും എന്ന അഹങ്കാരത്തിൽ ഒരു പോസ്റ്റ് ഇട്ടത് കൊണ്ട് മാത്രമാണ് പണ്ട് ആരോ വിളിച്ച ഈ ഒരു പേര്, ഒരു ട്രോളിൽ വന്ന ഒരു പേരാണ് റെനാസുന. ഞാൻ അങ്ങനെ വിളിക്കത്തുള്ളൂ. അത്രയ്ക്ക് അഹങ്കാരം പാടില്ല. അഹങ്കാരിയാണ്, നുണച്ചിയാണ് ഒക്കെ ഞാൻ സമ്മതിക്കുന്നു. എനിക്ക് ഈ പറയുന്ന റെനാസുനയുടെ നിന്ന് എന്താണ് എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അതിൽ നിന്ന് ഞാൻ ഒരു തരി പോലും ഞാൻ മാറിയിട്ടില്ല. അത് ഞാൻ മാറണമെങ്കിൽ, ഈ ഒരു പേര് എന്നെ മാറ്റി വിളിപ്പിക്കണമെങ്കിൽ ആ കഴിവ് ആര്, ഈ പറയുന്ന റെനാസുന അവിടെ കാണിക്കണം. ഇതുവരെ അതൊന്നും നടന്നിട്ടില്ല. റെനാസുന തന്റെ സ്വഭാവം കൊണ്ട് അത് മാറ്റി പറയിപ്പിക്കുകയാണെങ്കിൽ ഞാൻ സമ്മതിച്ചു, ഞാൻ മാറ്റി തന്നെ പറയും. ഇവിടെ ഒരുപാട് പേരുകൾ ഇട്ടു. പക്ഷെ ഈ പറയുന്ന റെനാസുനെ വന്നിട്ട് ഒരു സെപ്റ്റി ടാങ്ക് എന്ന് പറഞ്ഞ് വിളിക്കുന്നതിനോട്, ആ ഇട്ട പേരിനോട് സത്യത്തിൽ എനിക്ക് യോജിപ്പില്ല. അത് കുറച്ച് കൂടിപ്പോയില്ലെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ട് കൂടിപ്പോയിട്ടുണ്ട്. ബാക്കി പല പേരുകളും ഇടാമായിരുന്നു. പക്ഷെ ഒരു സെപ്റ്റി ടാങ്ക് എന്ന് പറയാൻ അറിയാമല്ലോ, നമ്മുടെ മല വിസർജനം അല്ലെങ്കിൽ അത്രയ്ക്ക് വേസ്റ്റുകൾ കൊണ്ടിടുന്ന ഒരു സാധനമാണ്, ഒരു സ്ഥലമാണ്. അങ്ങനെ ഒരു ഉപമയോടുകൂടി പറഞ്ഞത് ഒരിക്കലും നല്ലതല്ല. നമുക്ക് അതിനൊന്നും യോജിക്കാൻ പറ്റത്തില്ല. എനിക്കിപ്പം അവളുടെ അടുത്ത് എതിരഭിപ്രായം ഉണ്ട് എന്ന് ഒക്കെ ശരി തന്നെയാണ്. പക്ഷെ ഈ കാര്യത്തിൽ ഞാൻ ഒരിക്കലും ഈ പറയുന്ന അക്ബറിനോട് യോജിക്കത്തില്ല. വേറെ പല പേരുകളോ, നുണച്ചിയെന്നോ, കാന്താരിയെന്നോ, പാരയെന്നോ, വേറെ ഒരുപാട് പേരുകളുണ്ട്. ഒരുപാട് നമുക്ക് ചിരിച്ചു കളിക്കാനുള്ള പേരുകളുണ്ടായിരുന്നു. ആ സ്ഥലത്ത് സെപ്റ്റി ടാങ്ക് എന്ന് പറയുന്ന ഒരു സാധനം ഇട്ടത് വളരെ മോശമായി പോയെന്ന് എന്റെ അഭിപ്രായം. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന മണ്ടനായ അക്ബറിന് മനസ്സിലാവില്ല ഇത് എങ്ങനെയാണ് ഇത് പുറത്ത് പ്രതിഫലിക്കുന്നതെന്ന്. മണ്ടന്മാരാണ്, ഇവരൊക്കെ മണ്ടന്മാരാണ്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച് കുറെ ആൾക്കാർ വിളിക്കുന്നവരൊക്കെ ബുദ്ധിപരമായി വിളിച്ചിട്ടില്ല. അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അതിന്റെ കേസൊക്കെ എങ്ങനെയാണ് നമ്മുടെ പുറത്ത് ഇത് എങ്ങനെയൊക്കെയാണ് പ്രതിഫലിക്കുന്നത് എന്നുള്ളത് മനസ്സിലായി. ഇപ്പൊ അനീഷിനെ കോൺട്ര ചെയ്യുന്നില്ല. അനീഷിന് ഇത്രയും പേര് കിട്ടി. സത്യം പറഞ്ഞാൽ അനീഷിനെ നല്ലതാണ്. അനീഷിനെ പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരെ കൂടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഇനി അപ്പൊ എന്റെ അഭിപ്രായം അവിടെ പറഞ്ഞ്, ഇനി ആർക്കൊക്കെ എന്തൊക്കെ പേരിട്ടു എന്നുള്ളതാണ്. വളരെ ചിരിക്കുന്ന പേരുകളാണ്. അപ്പാനി ശരത്താണ് ആദ്യം വന്നത്. അപ്പാനി ശരത്തിന് ഏറ്റവും ഇഷ്ടമുള്ളത് ആര്യനെ ആയിരുന്നു. ചിരിക്കുടുക്ക എന്ന് പേരിട്ടു. ഇഷ്ടമില്ലാത്തത് അനീഷിന് മുള്ളംപന്നി. ഈ മുള്ളംപന്നി ഉള്ള പേരാണ് അനീഷ് അവസാനം തിരഞ്ഞെടുത്തത്. ഓക്കെ. മുൻഷിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് നൂറയും ആതിരയാണ്. പേരിട്ടത് പൂമ്പാറ്റ. ഈ പേര് തന്നെയാണ് അവർ അവസാനം സെലക്ട് ചെയ്തത്. പിന്നീട് ഇഷ്ടമില്ലാത്ത റെന ഫാത്തിമയാണ്. അതുകൊണ്ട് തന്നെ ഡെലുലു എന്നാണ് മുൻഷി ഈ റെന ഫാത്തിമയെ വിളിച്ചത്. ഓക്കെ. ബിന്നി സെബാസ്റ്റ്യൻ വന്നിട്ട് ഏറ്റവും ഇഷ്ടമുള്ളത് സരികയാണ്. പേര് മാധുരി എന്നിട്ടു.
പേര് ഇഷ്ടപ്പെടാത്തത് അനീഷ്, അറിയാമല്ലോ, ചൊറിയൻ പുഴു എന്നാണ് അനീഷിന് പേരിട്ടത്. ഇനി അടുത്ത പിന്നെ ബിൻസി വന്നിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് അനിമോളെ എന്ന് ആണെന്ന് പറഞ്ഞു. പാവക്കുട്ടി എന്നുള്ള ഇരട്ട പേരിട്ടു. ഏറ്റവും ഇഷ്ടമില്ലാത്തത് അനീഷിനെയാണ്. ഫേക്ക് കുട്ടനെന്നോ അങ്ങനെ എന്തോ ഒരു പേരിട്ടു, മനസ്സിലായോ? അങ്ങനെയാണ് പേരിട്ട. നെവിൻ വന്നിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടം അനുമോളെ എന്ന് പറഞ്ഞു. പേര് ക്യൂട്ടി എന്ന് ഇട്ടു. ഇഷ്ടമില്ലാത്തത് അനീഷ്. പിന്നീട് ചൊരുക്ക് ഉണ്ണി എന്ന് അങ്ങനെ എന്തോ ഒരു പേരിട്ടു. അനീഷ് എന്നിട്ട് ചെറുക്ക് ഉണ്ണി എന്ന് പറഞ്ഞൊരു പേരിട്ടു. അടുത്ത റെന ഫാത്തിമ വന്നിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടം ജിസേലിനാണെന്ന് പറഞ്ഞു. അതിന്റെ പേര് ചങ്ക എന്നുള്ളൊരു പേരിട്ടു. ഏറ്റവും കൂടുതൽ ഇഷ്ടമില്ലാത്ത ഒണീലാണ്. ഒണീലിന്റെ പേര് അടുക്കള വീരൻ എന്നുള്ള പേരാണ് ഒണീലിന് ഇട്ടിരിക്കുന്നത്. ഇനി ആര്യൻ വന്നിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് അപ്പാനി ശരത്തിനെ എന്ന് പറഞ്ഞു. അപ്പാനി ശരത്തിന് അപ്പുക്കുട്ടി എന്നുള്ള പേര് ഇട്ടു. അപ്പുക്കുട്ടൻ എന്നുള്ള പേരിട്ടു. അതുപോലെ തന്നെ മുൻഷിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമില്ലാത്തത്. അവിടെ എഴുതുന്നത് മുഷിനി എന്ന് അങ്ങനെ എന്തോ ഒരു പേര് ഈ പറയുന്ന ആര്യൻ ഇട്ടു എന്നുള്ളതാണ്. ഇനിയും ഒണിയിൽ വന്നിട്ട് അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് റെന ഫാത്തിമ ആണെന്ന് പറഞ്ഞു. പിന്നെ പിന്നീട് സെർലാക്ക്, അതുകൊണ്ട് തന്നെ സെർലാക്ക് എന്നുള്ള പേരാണ് റെന ഫാത്തിമയെ ഒണിയിലിട്ടത്. ഇവിടെ ഒരു സംഭവം കാണിക്കാനുള്ളത്, അതായത് നമ്മുടെ റെന ഫാത്തിമ വന്നപ്പോൾ ഇഷ്ടമില്ലാത്ത ആളുടെ പേര് ഒണിയിൽ എന്നാണ് പറഞ്ഞത്. ഇഷ്ടമില്ലാത്ത ആളുടെ പേര് ഒണിയിൽ എന്ന് പറഞ്ഞു. അടുക്കള വീരൻ എന്ന് പേര് ഇട്ടപ്പോ വന്ന് ഒണിയിൽ പറഞ്ഞു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് റെനയാണെന്ന് പറയും. അവൾക്ക് സെർലാക്ക് എന്നുള്ള പേര്, കൊച്ചുകുട്ടിയിൽ സെർലാക്ക് എന്നുള്ള പേരിട്ടു. അതുപോലെ തന്നെ ഏറ്റവും ഇഷ്ടമല്ലാത്ത ആളുടെ പേര് അനീഷാണ്. അനീഷിന്റെ പേര് റേഡിയോ. കാരണം നമ്മൾ പറയുന്നതൊന്നും ഇങ്ങോട്ട് എന്താണ് മറുപടിയില്ല, ചുമ്മാ പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. പിന്നെയാണ് അക്ബർ വരുന്നത്. അക്ബറിന് ഏറ്റവും ഇഷ്ടമുള്ള ആള് ഈ പറയുന്ന ഒണിയിൽ എന്ന് പറഞ്ഞു. മിസ്റ്റർ പെർഫെക്റ്റ് എന്നുള്ള പേര് ഇടുകയും ഇഷ്ടമില്ലാത്ത ആള് പിന്നെ റെനാസുനെ എന്ന് പറയും. അവിടെ സെപ്റ്റി ടാങ്ക് എന്ന് പറയുന്ന ഒരു പേര് ഇടുകയും ചെയ്തു. അത് വളരെ മോശമാണെന്ന് ഞാൻ വീണ്ടും പറയുന്നു. ഓക്കെ, അടുത്ത ഷാനവാസ് വന്ന ഏറ്റവും ഇഷ്ടമുള്ള പേര് രഞ്ജിത്ത്. ഫ്രീക്കൻ എന്നുള്ള പേര് രഞ്ജിത്ത് എന്ന് പറഞ്ഞു. അവന്റെ പേര് നിക്നെയിം ഫ്രീക്കൻ എന്നിട്ടു. ഏറ്റവും ഇഷ്ടമില്ലാത്തത് ഈ പറയുന്ന അക്ബർ ആണ്. എന്നിട്ട് ടുട്ടുമോൻ, കാരണം ടുട്ടുമോൻ എന്ന് വിളിക്കുമ്പോൾ എന്നെ അങ്ങനെ വിളിക്കരുത് എന്ന് പലവട്ടം പറഞ്ഞതുകൊണ്ട് നിനക്ക് ആ ഒരു പേര് കിടക്കട്ടെ എന്ന് പറഞ്ഞു ഷാനവാസ് ടുട്ടുമോൻ എന്നിട്ടു. ഇനി അടുത്ത അഭി വന്നിട്ട് ഏറ്റവും ഇഷ്ടമുള്ള ആളുടെ പേര് ഒണീൽ എന്ന് പറഞ്ഞു. പിന്നീട് പേര് മച്ചാൻ എന്ന് വിളിക്കുമെന്ന് പറഞ്ഞു. ഏറ്റവും ഇഷ്ടമില്ലാത്തത് രഞ്ജിത്ത് ആണ്. ഇരുതല മൂരി എന്നാണ് നമ്മുടെ മുൻഷി രഞ്ജിത്തിനെ ഈ പറയുന്ന ആര് വിളിച്ചത്, നമ്മുടെ അഭി വിളിച്ചത്. ഓക്കെ, അടുത്ത സൈത്യ സന്തോഷ് വന്നിട്ട് ഏറ്റവും ഇഷ്ടമുള്ള ആള് അനുമോൾ എന്ന് പറഞ്ഞു. പേര് പിങ്കി. അനീഷാണ് ഏറ്റവും ഇഷ്ടപ്പെടാത്തത്. പിന്നീട് പേര് ടിൻഡുമോൻ അങ്ങനെ എന്തോ പറഞ്ഞത് കേട്ടോ. എന്നെ അടുത്ത് ഷാരിക വന്നിട്ട് ഏറ്റവും ഇഷ്ടമുള്ള ആള് ആദില നൂറ എന്ന് പറഞ്ഞു. എന്നിട്ട് പേരെന്ത് ലഗൂൺസ് എന്നോ എന്നിട്ട് ബ്ലൂ ലഗൂൺസ് അങ്ങനെ പറഞ്ഞത്. പക്ഷെ ഇവിടെ ഏറ്റവും ഇഷ്ടമുള്ള ആള് ആദില നൂറ എന്ന് പറഞ്ഞിട്ട് ഇത് നിങ്ങൾക്കൊരു എക്സാമ്പിൾ ആണ്. ഈ ആദിലയും നൂറയുടെയും പ്രണയം നിങ്ങൾക്കൊരു എക്സാമ്പിൾ ആണ് എന്നൊക്കെ പറയുന്നതോട് എനിക്ക് യോജിപ്പില്ല. മനസ്സിലായോ? അതായത് ഇത് ഈ കേരള പ്രേക്ഷകർ ഈ ഒരു പ്രണയം കണ്ടുപഠിക്കണം, ഇത് നിങ്ങൾ ഒരു മാതൃകയായി എടുക്കണം എന്നൊന്നും എനിക്കൊരു അഭിപ്രായമില്ല. മനസ്സിലായി? എനിക്കതിലൊരു അഭിപ്രായം ഇത് എന്തോ അവരുടെ പ്രണയം കണ്ട് അവരുടെ പ്രണയം അത്ര ആത്മാർത്ഥമായിട്ട് എനിക്ക് തോന്നി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അല്ലാതെ ഇവരെന്തെങ്കിലും വിളിച്ചത് നിങ്ങൾക്കൊരു മാതൃകയാണ്, പിന്നീട് കേരളീയർ എല്ലാവരും ഇത് കണ്ടു പഠിക്കണം എന്ന് പറയുന്നതോട് സത്യം പറഞ്ഞ അമ്മായി ഷാരിയ എനിക്കൊട്ടും അത് തൃപ്തിയല്ല. എനിക്കതിലൊരു യോജിപ്പുമില്ല. വളരെ മോശമായിട്ടുള്ള ഒരു സംഭവം പിക്ചറാണ് പുറത്തോട്ട് കൊടുത്തത്. അതായത് ബാക്കിയുള്ളവരെല്ലാവരും ഇനി ഇങ്ങനെ അയക്കൂ എന്നുള്ളത് അതിനോട് ഞാൻ യോജിക്കുന്നില്ല. അവരുടെ പ്രണയം പ്യുവറാണ്, അവരവളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു എന്നൊക്കെ. ഈ ആത്മാർത്ഥതയൊക്കെ 1-2 ആഴ്ചക്കകത്ത് പൊളിയുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ വരുന്നുണ്ട്, എങ്ങനെ പൊളിയാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു തരാം. അതൊരു മാതൃകയാണ്. കേരള പെൺകുട്ടികൾ ഇത് കണ്ടു പഠിക്കണമെന്ന് പറയുമ്പോൾ അത് താങ്കൾ കണ്ടുപഠിച്ചാൽ മതി എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഓക്കെ, അടുത്ത നമ്മുടെ സൂപ്പർ സ്റ്റാർ റെനാസുന വന്ന് അവൾക്ക് പറഞ്ഞ ഏറ്റവും ഇഷ്ടം ആദില നൂറ. അതുകൊണ്ട് മിട്ടു ആൻഡ് മിന്നു എന്നുള്ള പേരിട്ടു. ഇവിടെ ഈ പറയുന്ന നമ്മുടെ റെനാസുനയുടെ ഒരു ഗെയിമാണ്. കാരണം ആദില നൂറ ഇവർക്ക് എഗെയിൻസ്റ്റ് ആണ്, പലപ്പോഴും ഉടക്കിയിട്ടുണ്ട്. എങ്കിലും അവരെ കൂട്ടത്തിൽ നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാൻ ആയിട്ട് എനിക്ക് തോന്നി. അതോ വെറുതെ അങ്ങ് പറഞ്ഞു ഒന്നും അറിയത്തില്ല, അങ്ങനെ പറഞ്ഞു. ഏറ്റവും ഇഷ്ടമില്ലാത്തത് അക്ബറാണ്. എന്നെ വേട്ടപ്പട്ടിയെ പോലെ കടിക്കാൻ പറഞ്ഞു, അതുകൊണ്ട് വേട്ടപ്പട്ടി എന്നുള്ള പേരിട്ടു എന്നാ പറഞ്ഞു. പിന്നെ സരിക വന്നിട്ട് മുൻഷിയാണ് ഏറ്റവും ഇഷ്ടമുള്ളത്, ആക്റ്റീവ് എന്നുള്ള പേര് കൊടുത്തു. പിന്നെ റെന ഫാത്തിമയാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടമില്ലാത്തത്, അതുകൊണ്ട് 2K കിഡ്സ് എന്ന് പേരിട്ടു. അനുമോൾ വന്നിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നെവിനെയാണെന്ന് പറഞ്ഞു. ഉണ്ണിക്കുട്ടൻ എന്നുള്ള പേരിട്ടു. ഏറ്റവും ഇഷ്ടമില്ലാത്തത് അക്ബർ പാഷാണത്തിൽ കൃമി എന്നുള്ള പേരിട്ടു. മനസ്സിലായോ?
ജിസയിൽ വന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ആര്യനെയാണെന്ന് പറഞ്ഞു. പിന്നെ കൺമണി എന്നോ അങ്ങനെ എന്തൊരു പേരിട്ടു. ഏറ്റവും ഇഷ്ടമില്ലാത്ത അപ്പാനി ശരത്തിനെയാണ്, റൗഡി എന്നുള്ള പേര് ഇട്ടു. ഓക്കെ, അവസാനം ഈ പറയുന്ന ആരാണ്, നൂറ, ആദില നൂറ വന്നിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് അപ്പാനി ശരത്തിനെയാണെന്ന് പറഞ്ഞു. അണ്ണാർ കണ്ണൻ എന്നുള്ള പേരിട്ടു. ഏറ്റവും ഇഷ്ടമില്ലാത്തത് അനീഷിനെയാണ്, മിസ്റ്റർ അപ്പി. മിസ്റ്റർ അപ്പി എന്നുള്ളൊരു പേരാണ് അവിടെ ഇട്ടത്. അല്ല, ഇതൊക്കെ അതുമായിട്ട് അത് നമുക്ക് കുറച്ചൊക്കെ നമുക്ക് ഗ്ലോറിഫൈ ചെയ്യാം ഇങ്ങനെയുള്ള പേര്. പക്ഷെ സെപ്റ്റിട്ടാണെന്നൊക്കെ ഒരാളെ വിളിക്കുന്നത് അത്ര ശരിയുള്ള കേസല്ല. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് അറിയപ്പെടുത്തു. പിന്നെ അനീഷാണ് അവസാനം വന്ന് അവന് ഏറ്റവും ഇഷ്ടമുള്ളത് റെന ഫാത്തിമയാണ്. അതിനൊരു പൂ എന്നുള്ള പേര് കൊടുത്തു. ഇഷ്ടമില്ലാത്തത് അനിമോളയാണ്, ചതിയെത്തി എന്നുള്ള പേരാണ് കൊടുത്തത്. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ റിസൾട്ട്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് അറിയപ്പെടുത്തു. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.